കേരളത്തിൽ നിന്ന് ഒരു കമ്പനി കൂടി പ്രാരംഭ ഓഹരി വിൽപ്പനയ്ക്കൊരുങ്ങുന്നു. പ്രമുഖ മാട്രസ് നിർമ്മാതാക്കളായ ഡ്യൂറോഫ്ലെക്സ് അടുത്ത സാമ്പത്തിക വർഷം IPO നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. പ്രാഥമിക ഓഹരി വിൽപ്പനയ്ക്ക് മുന്നോടിയായി കമ്പനിയുടെ പേരിലുൾപ്പെടെ മാറ്റം വരുത്താൻ ഡയറക്ടർ ബോർഡ് തീരുമാനിച്ചു. 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചു. സെപ്റ്റംബർ 30 വരെ സമയം നീട്ടിയെന്ന സന്ദേശങ്ങൾ വ്യാജമെന്ന് ആദായ നികുതി വകുപ്പ്. ഇതുവരെ 6.30 കോടി പേർ മാത്രമാണ് റിട്ടേൺ സമർപ്പിച്ചത്. 2 കോടിയിലേറെ പേർ പുറത്ത്. കേരളത്തിൽ സ്വർണ്ണവിലയിൽ ഇന്നും നേരിയ കുറവ്. ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 10,180 രൂപയിലെത്തി. ശനിയാഴ്ചയും ഗ്രാമിന് 10 രൂപയുടെ കുറവ് രേഖപ്പെടുത്തിയിരുന്നു. ലാഭമെടുക്കലും ഡോളറിന്റെ വിലയിലുണ്ടായ വർധനവും മൂലം അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില കുറഞ്ഞതാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിച്ചത്. കർഷകരെ ആശങ്കയിലാഴ്ത്തി റബ്ബർ വില കൂപ്പുകുത്തുന്നു. RSS 4 ഗ്രേഡിന്റെ വില നിലവിൽ 187 രൂപയ്ക്ക് താഴെയാണ്. വ്യാപാരികൾ ഇതിലും കുറഞ്ഞ നിരക്കിലാണ് ചരക്ക് ശേഖരിക്കുന്നത്. വിലയ്ക്കൊപ്പം ഉൽപാദനവും ഇടിഞ്ഞത് റബ്ബർ മേഖലയെ അനിശ്ചിതത്വത്തിലാക്കുന്നു. US താരിഫ് ഭീഷണിക്കിടയിലും ഇന്ത്യയിൽ നിന്നുള്ള സ്മാർട്ട് ഫോൺ കയറ്റുമതി റെക്കോർഡുകൾ ഭേദിച്ച് കുതിക്കുന്നതായി കണക്ക്. നടപ്പു സാമ്പത്തിക വർഷത്തിലെ ആദ്യ 5 മാസത്തിലെ സ്മാർട്ട് ഫോൺ കയറ്റുമതി 1 ലക്ഷം കോടി രൂപ കടന്നു. തൊട്ടുമുൻ വർഷത്തെ സമാന കാലയളവിൽ 64,500 കോടി രൂപയുടെ കയറ്റുമതിയാണ് നടന്നത്. ഇക്കുറി 55% വർധന. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.